Hello students, നമ്മുടെ എക്സെൻട്രിക് വെൽഡഡ് ജോയിൻസ് ഇൻ എക്സെൻട്രിക് കണ്ടീഷൻ വരുന്ന രണ്ട് കേസ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് കേസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞത് വെൽഡഡ് കണക്ഷൻസ് സബ്ജക്റ്റ് ടു മൊമെന്റ് ഇൻ എ പ്ലെയിൻ ഓഫ് ദ വെൽഡ്. അതായത് മൊമെന്റ് ആക്ട് ചെയ്യുന്ന പ്ലെയിനും വെൽഡഡ് പ്ലെയിനും സെയിം ആയിരിക്കും, സെയിം പ്ലെയിനിലായിരിക്കും. ആ കേസ് നോക്കാം. Consider a welded joint subjected to eccentric load in the plane of weld as shown in figure. ഇതാണ് ഈ ഒരു പ്ലേറ്റ് ആണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൽഡിങ് വരുന്നത് ഈ പ്ലെയിനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്, ഈ ഡയറക്ഷനിൽ കണ്ട ഇങ്ങനെയാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ മൊമെന്റ് വരുന്നത് ഇങ്ങനെ ഈ പ്ലെയിനിലാണ്. അതുപോലെ തന്നെ വെൽഡ് ചെയ്തിരിക്കുന്നത് സെയിം പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മൊമെന്റ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് വെൽഡും സെയിം ആയിരിക്കും രണ്ടും. അത് മൊമെന്റ് ആക്ട് ചെയ്യുന്നത് പ്ലെയിൻ ഓഫ് വെൽഡിൽ തന്നെയാണ്. പി എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡ്, ഇതാണ് അപ്ലൈ ചെയ്യുന്ന ലോഡ്. ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി. അതായത് ഇപ്പോൾ ഇവിടെ ഈ കേസിനകത്ത് നമ്മൾ ആ വെൽഡഡ് സെക്ഷൻ, വെൽഡ് ചെയ്തിരിക്കുന്ന ആ സെക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്യണം. ഇവിടെ എന്ന് വെച്ചാൽ റെക്റ്റാങ്കുലർ ഷേപ്പിലായതുകൊണ്ട് കറക്റ്റായിട്ട് സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ലൈൻ ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്ന ലൈൻ, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ് ഓർ സൈസ് ഓഫ് വെൽഡ്, അതൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. എച്ച് ടി എന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ്, ഡെപ്ത് ഓഫ് ത്രോട്ട്, അതായത് 0.707 എച്ച്. എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് വെൽഡ്. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഡാറ്റ ബുക്കിൽ കണ്ട പോലെ തന്നെ ഈ ലെങ്ത് ഇതാണ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് വെൽഡ്. വെർട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എം ആണ്. ജി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് വെൽഡ്. ഇനി എം എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ടോപ്പ്, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇത് ഇപ്പോൾ ഈ വെൽഡഡ് സെക്ഷൻ മാത്രം എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ടോപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത്തിനെയാണ് എം എക്സ് എന്ന് പറയുന്നത്. അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വെൽഡഡ് പോർഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഈ ലെങ്ത്തിനെ എൻ വൈ എന്ന് പറയും. അപ്പോൾ എം എക്സ് എൻ വൈ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എം എക്സ്, ഇവിടുന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൻ വൈ. ജെ എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ടോ ഡാഷ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ രണ്ട് ഷിയർ സ്ട്രെസ് ആണ് വരുന്നത്. രണ്ട് ഷിയർ സ്ട്രെസ്സുകളാണ് ഇവിടെ ഈ കേസിൽ ആക്ട് ചെയ്യുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ഓർ പ്രൈമറി ഷിയർ സ്ട്രെസ്, അതിന് ടോ ഡാഷ് എന്ന് പറയും. അപ്പോൾ ടോ ഡാഷ് എന്ന് പറയുന്നത് പ്രൈമറി ഓർ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. രണ്ടാമത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ഡബിൾ ഡാഷ്, അതായത് സെക്കൻഡറി ഷിയർ സ്ട്രെസ്. ടോ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ്, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഷിയർ സ്ട്രെസ്. അപ്പം പ്രൈമറി ആൻഡ് സെക്കൻഡറി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഷിയർ സ്ട്രെസ് ഇവിടെ ഫോം ചെയ്യും. ഒന്ന് പ്രൈമറി ഷിയർ സ്ട്രെസ് ടോ ഡാഷ്, പിന്നെ സെക്കൻഡറി ഷിയർ സ്ട്രെസ് ടോ ഡബിൾ ഡാഷ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജി ഈ പോയിന്റിലേക്ക്, ഈ പോയിന്റ് ബിയും ഈ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്യുക. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, ബിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ആംഗിളാണ് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടോ ഡാഷ് ആൻഡ് ടോ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആർ ഇസിക്കൽ ടു, നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇസിക്കൽ ടു, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇതെടുക്കാം, ബി എ ജി, ട്രയാങ്കിൾ ബി എ ജി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ജി ബി എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ആർ ഇസിക്കൽ ടു, അല്ലെങ്കിൽ ആർ സ്ക്വയർ ഇസിക്കൽ ടു ആർ, ജി ബി ഇസിക്കൽ ടു ആർ ആണ്, ആറിന് കൊടുക്കുക. അപ്പോൾ ആർ സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്, എ ജി സ്ക്വയർ പ്ലസ് ബി എ സ്ക്വയർ. ബി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ബി എന്ന് പറയുന്നത് ഇവിടെ സെൻറ്റർ ഗ്രാവിറ്റി കറക്റ്റ് എമ്മിൻ്റെ സെൻറ്ററിലായതുകൊണ്ട് എ ബി എന്ന് പറയുന്നത് എം ബൈ ടു ആണ്. അതുപോലെ ഈ ഡിസ്റ്റൻസിൻ്റെയും സെൻറ്ററിലായതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എ ജി എന്ന് പറയുന്നത് എൻ ബൈ ടു ആണ്. അപ്പോൾ ഇവിടെ ബി എക്ക് പകരം ബി എ സിക്കൽ ടു എം ബൈ ടു ആൻഡ് എ ജി സിക്കൽ ടു എൻ ബൈ ടു കൊടുക്കുക. ദെൻ കോസ് തീറ്റ സിക്കൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നത് ഇതാണ്, ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. അതായത് കോസ് തീറ്റ സിക്കൽ ടു എന്താണ്, എ ബി ഡിവൈഡ് ബൈ അല്ല കോസ് തീറ്റ എന്ന് പറയുന്നത് ഇതാണ്, എ ജി ഡിവൈഡ് ബൈ ഇത് എ ജി ഡിവൈഡ് ബൈ പി ജി. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ ഇസിക്കൽ ടു എൻ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ കിട്ടും. ഇനി ഇവിടെ ആംഗിളൊക്കെ കണ്ടുപിടിക്കുന്നത്
മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോ ഡാഷിനും ടോ ഡബിൾ ഡാഷിനും ഇടയ്ക്കുള്ള ആംഗിളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ കുഴപ്പമില്ല. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. പഠിക്കണ്ട, ഇക്വേഷൻസൊക്കെ ഡാറ്റ ബുക്കിലുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഓർ പ്രൈമറി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ടോ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് P/AT, അതായത് P/HT × L. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ഏതാ ഇക്വേഷൻ തന്നെ, സെയിം ഇക്വേഷൻ തന്നെ. അപ്പോൾ P/0.707 H × L. സെക്കൻഡറി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടോർഷൻ ഇക്വേഷൻ എടുക്കുന്നത്, അതായത് T/J = τ/R. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടോ ഡബിൾ ഡാഷ്, അപ്പോൾ T/J = ടോ ഡബിൾ ഡാഷ് ബൈ R, ഓർ ടോ ഡബിൾ ഡാഷ് = TR/J. ടി എന്ന് പറയുന്നത് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P × E. ടോർക്ക് കണ്ടുപിടിക്കാൻ ടോർക്ക് എന്ന് പറയുന്നത് P × E കൊടുക്കുക. അപ്പോൾ ഇതാണ് P × E ഡിസ്റ്റൻസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മൊമെന്റ് അല്ല, ടോർക്കാണ് വരുന്നത്. അപ്പോൾ ടോർക്ക് = P × E × R/J. ഇപ്പോൾ ഇവിടെ കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ് കോസ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ടോ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PE × √m² + n² / 2j. ഡാറ്റ ബുക്കിലുണ്ട് ഇക്വേഷൻ. ഇനി ടോമാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ ഡാറ്റ ബുക്കിലുണ്ട്. ഇക്വേഷൻ നമ്പർ 6.3c, പേജ് നമ്പർ 91. അപ്പോൾ ടോ ഡാഷ് സ്ക്വയർ √ടോ ഡാഷ് സ്ക്വയർ + ടോ ഡബിൾ ഡാഷ് സ്ക്വയർ + 2 ടോ ഡബിൾ ഡാഷ് കോസ് തീറ്റ. ഒരു പ്രോബ്ലം നോക്കാം. A bracket carrying a load of 15 kN is to be welded as shown in figure. Find the size of weld required if the allowable shear stress is not to exceed 80 MPa. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഇതാണ് വെൽഡ്. ഇത് ഡബിൾ പാരലൽ വെൽഡാണ്, മുകളിലും താഴെയുണ്ട്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലേ വരുള്ളൂ. ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പോൾ ആ സ്പേസ് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്, സിമെട്രിക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി P തന്നിട്ടുണ്ട് 15 kN, പിന്നെ N = 50 mm. N എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ഹൊറിസോണ്ടൽ ലെങ്ത്, അതായത് 50 mm. പിന്നെ M = 80 mm. M എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ലെങ്ത് 80 mm. പിന്നെ ടോമാക്സ് 80 MPa തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് H ആണ്. നമ്മൾ ഈ ഫിഗർ വരയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റ് സെൻറ്ററിലാണ് വരുന്നത്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ BA മാർക്ക് ചെയ്യുക. R = √BA² + AG². BA എന്ന് പറയുന്നത് എന്താണ്, 80യുടെ പകുതിയായിരിക്കും, M-ൻ്റെ പകുതി, അതായത് 40 mm. BA എന്ന് പറയുന്നത് 40 mm. അതുപോലെ AG എന്ന് പറയുന്നത് N-ൻ്റെ പകുതിയായിരിക്കും. N എന്ന് പറയുന്നത് എത്രയാണ്, 50യുടെ പകുതി, 25. ഇനി അതിൽ നമുക്ക് cos θ = N / √m² + n². അത് വെച്ചിട്ടും ചെയ്യാം, cos θ കണ്ടുപിടിക്കാം. ഇനി ഫസ്റ്റ് മെത്തേഡ് ആസ് പെർ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ടോമാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, ഡാറ്റ ബുക്കിലുണ്ട്, പേജ് നമ്പർ 91-ലുണ്ട്. പേജ് നമ്പർ 91-ലുണ്ട് ഈ ഇക്വേഷൻ. ടോമാക്സ് = √2' + ടോ ഡബിൾ ഡാഷ് സ്ക്വയർ + 2 ടോ ഡബിൾ ഡാഷ് കോസ് തീറ്റ. അതിൽ പ്രൈമറി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് P / HT H × cos 45 × L ആണ്. ഇക്വേഷൻ പേജ് നമ്പർ 91-ലുണ്ട്, ടോ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട്. ഇതിനകത്ത് P അറിയാം, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നതായിരിക്കും ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത്, അതായത് N ആണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ, ഡബിൾ പാരലൽ ഹൊറിസോണ്ടൽ ആണ്. അതിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് N ആണ്. അപ്പോൾ 2N ചേർന്നതാണ് ടോട്ടൽ ലെങ്ത്, അതായത് 2N. അപ്പോൾ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 2N ആണ്. പിന്നെ
ഈ തന്നിട്ടുണ്ട് 125 mm, ഇത് 125 mm ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോ ഡാഷ് കണ്ടുപിടിക്കാം. ടോ ഡാഷ് പി ഡിവൈഡ് ബൈ എച്ച് അറിയില്ല, കോസ് 45 അതായത് 0.0707 ഇൻറ്റു എൽ, ഇത്രയും കിട്ടും ടോ ഡാഷ്. ഇനി സെക്കൻഡറി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു പേജ് നമ്പർ 91 ഇക്വേഷനാണ് പി ഇ ഇൻറ്റു റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ബൈ 2g. പി അറിയാം, ഇ അറിയാം, എം അറിയാം, എൻ അറിയാം. ഇനി ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നോക്കുക. ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ആ ഫിഗർ, കറസ്പോണ്ടിങ് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നിന്ന് ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൊട്ടപ്പുറത്തുണ്ട്, സെഡ് ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ജെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ എച്ച് ടി ഇൻറ്റു എൻ ഇൻറ്റു 3m സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഡിവൈഡ് ബൈ 6. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ജെ കണ്ടുപിടിക്കാം. ഇനി ജെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ടോ ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇൻ ടേംസ് ഓഫ് എച്ച് ആണ് വരുന്നത്. എച്ചിൻ്റെ ടേബിളിലായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി കോസ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് എൻ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ, അതായത് 50 ഡിവൈഡ് ബൈ 80 റൂട്ട് ഓഫ് 80 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ 0.53 കിട്ടും കോസ് തീറ്റ. ദെൻ ടോമാക്സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോമാക്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? ടോമാക്സ് എന്ന് പറയുന്നത് 80 mp. 80 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടോ ഡാഷിൻ്റെ വാല്യൂ സ്ക്വയർ, ടോ ഡബിൾ ഡാഷ് സ്ക്വയർ, കോസ് തീറ്റ എല്ലാം കിട്ടിയതാണ്. ആ ഇക്വേഷനിൽ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ കഴിഞ്ഞ് എച്ച് മാത്രമേ അൺനോൺ ഉള്ളൂ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു 10.3 mm. അതിന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 11 mm ആക്കി എടുക്കുക വെൽഡ് സൈസ്. നെക്സ്റ്റ് പ്രോബ്ലം, എ ബ്രാക്കറ്റ് ഈസ് വെൽഡഡ് ടു സൈഡ് കോളം ആസ് ഷോൺ ഇൻ ഫിഗർ വിത്ത് എ പെർമിസിബിൾ സ്ട്രെസ് ഓഫ് 80 MPa. അപ്പോൾ ഇവിടെ വരുന്ന പെർമിസിബിൾ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം സ്ട്രെസ് ആണ്, ടോമാക്സ്. Determine the maximum load that the bracket can withstand if the size of weld is 10 mm. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് വെൽഡ് തന്നിട്ടുണ്ട്, നമുക്ക് ലോഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് വെൽഡ് സി ഷേപ്പുള്ള വെൽഡ് നോക്കാം. ആ ഷേപ്പ് എവിടെയാണ് വരുന്നത് നോക്കാം. ഇവിടെ സി കണ്ട, ഇതാണ് സി ഷേപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 96 ടേബിൾ 6.7 ലാസ്റ്റ് റോ എടുക്കാം. ഇനി അത് തന്നിട്ടുള്ള ഡാറ്റയ്ക്ക് ടോമാക്സ് തന്നിട്ടുണ്ട് 80 MPa, പി ആണ് കണ്ടുപിടിക്കുന്നത്, എച്ച് തന്നിട്ടുണ്ട് 30. ഇനി എം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് 300, എൻ എന്ന് പറയുന്നത് 250. ഇനി പിന്നെ ഇവിടെ രണ്ട് മെത്തേഡൊക്കെ കാണിക്കുന്നുണ്ട്, അതായത് ആസ് പെർ ഫോർമുല, നമുക്ക് ഫോർമുല വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി. കാരണം ഡാറ്റ ബുക്കിൽ എല്ലാ ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ടോമാക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷനാണ്, പേജ് നമ്പർ 91 ഇക്വേഷൻ 6.3c. പ്രൈമറി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. ടോ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് പി ഡിവൈഡ് ബൈ എച്ച് കോസ് 45 ഇൻറ്റു എൽ. ഇതിനകത്ത് നമുക്കിനി പി അറിയില്ല, എൽ. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽ എന്ന് പറയുക വെൽഡ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഇത് എൻ പ്ലസ് ഇത് വരും 300 വരും. ആൻഡ് ഇ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റി ആണ്. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് 2n മാത്രമല്ല വരുന്നത്. 2n എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ, പിന്നെ ഇതും കൂടി ഉണ്ട്. അപ്പോൾ എം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 300 കൂടി ആഡ് ചെയ്യണം. അതായത് 500 പ്ലസ് 300 800 mm ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് വരിക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ നോട്ടിനകത്ത് കറക്റ്റായി മാറ്റിത്തരാം. അതുപോലെ തന്നെ ഈ കണ്ടുപിടിക്കുമ്പോഴും ഈ എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ
ലോഡ് ആക്ട് ചെയ്യുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ എടുത്തേക്കുന്നത് 100 പ്ലസ് 250/2 ആണ്. അത് കറക്റ്റ് അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് NY കണ്ടുപിടിക്കണം. ഇവിടെ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ്. അപ്പം ഇവിടെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും വരുന്നത്. ഇത് കറക്റ്റ് സെൻറ്ററിലായിരിക്കും വരും. പക്ഷേ വൈ ആക്സിസിനുള്ള ഡിസ്റ്റൻസ് ആണ് മാറും. കാരണം സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് അല്ല. കാരണം ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ വെൽഡ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, NY. ആ NY എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ MX കണ്ടുപിടിക്കേണ്ടത് അത് സെൻറ്ററിലായിരിക്കും. NY കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി ഉണ്ട്. NY n² / 2 × n+m എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് NY എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് NY എത്രയാണോ, NY എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആ സെൻറ്റർ സിമെട്രിക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും NY എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കണ്ടുപിടിക്കണമെങ്കിൽ 100 + 250 എടുക്കുക ടോട്ടൽ ലെങ്ത്, മൈനസ് NY ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, ഇവിടെ കറക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. ഇനി ബാക്കിയെല്ലാം പ്രൊസീജിയർ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോ ഡാഷ് കണ്ടുപിടിക്കുക. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോ ഡാഷ് കണ്ടുപിടിക്കുക. ഇനി ടോ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് P × E × √m² + n² / 2j. ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് ഒരു വലിയ ഇക്വേഷൻ ആണ്. അതിൽ എന്നും എമ്മും മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് HT ഉണ്ട്. HTക്ക് പകരം 0.707 H കൊടുക്കുക. എന്നിട്ട് ജെ കണ്ടുപിടിക്കുക. ഇനി ആ കോസ് തീറ്റ കണ്ടുപിടിക്കുക. കോസ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് n/√m² + n² ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ ടോമാക്സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് P മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ P കണ്ടുപിടിക്കുക. P = 120 kN കിട്ടും. അടുത്ത് a 16 mm thick plate is welded to a vertical support by fillet weld as shown in figure. ഇതാണ്. ഇതിപ്പോൾ L ഷേപ്പിലാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. Determine the size of weld if the permissible shear stress for the weld material is 75. ടോമാക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ L ഷേപ്പാണ്. അപ്പോൾ ഇത് അൺസിമെട്രിക് ആണ്. എക്സിലും വൈയിലും അൺസിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് MX-ഉം NY-യും കണ്ടുപിടിക്കേണ്ടി വരും. കണ്ട് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് വേണം. ആ രണ്ടും മീറ്റ് ചെയ്യുന്ന ലൈനാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് P തന്നിട്ടുണ്ട് 20 kN, N 100, then M 150, H ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോമാക്സ് 75 MPa തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, N+M ആയിരിക്കും. അതായത് 150 + 100. നമുക്ക് ഇനി ആദ്യം ടോ ഡാഷ് കണ്ടുപിടിക്കാം. ടോ ഡാഷിൻ്റെ ഇക്വേഷൻ P/H cos 45 × L. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 0.707 H ആണ്. cos 45 എന്ന് പറയുന്നത് 0.707. ലെങ്ത് ഓഫ് വെൽഡ് 250 mm. P തന്നിട്ടുണ്ട്. H മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ, H മാത്രം അൺനോൺ. അപ്പോൾ ബാക്കി ഇത്ര ടോ ഡാഷ് ഇൻ ടേംസ് ഓഫ് H കിട്ടും. ഇനി സെക്കൻഡറി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് T × R/J. ഇവിടെ T × R/J ആ മെത്തേഡ് വെച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മറ്റേ മെത്തേഡ് ചെയ്യാം. ടോ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, P × E × √m² + n² / 2j. J എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. എവിടെയാണ് ഇത് J = ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി MX NY കണ്ടുപിടിക്കാം. MX NY ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മെത്തേഡ് ഉണ്ട്. അവിടെ ആസ്പർ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ മെത്തേഡ് 2 ആണ് വെച്ച് ചെയ്തത്, ജനറലൈസ്ഡ് മെത്തേഡിൽ എന്ന് പറയുമ്പോൾ ടോ ഡാഷ് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ടോ ഡബിൾ ഡാഷ് T × R/J വെച്ചാണ് അവിടെ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫോർമുല മെത്തേഡാണ്. ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത് ടോ ഡബിൾ ഡാഷ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോർമുല വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ T × R/J എന്നുള്ള ഫോർമുല വെച്ച് ചെയ്തിട്ടുണ്ട്. T എന്ന് പറയുന്നത് P × R, P × E ആണ്.
അതുപോലെ ആർ എന്ന് പറയുന്നത് അത് തന്നെ ഡിവൈഡ് ബൈ ജെ. എം എക്സ് കണ്ടുപിടിക്കുക. എം എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. എം എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് വരാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എൻ വൈയും മോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എം എക്സ്. എം എക്സ് എൻ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് എം എക്സ് എൻ വൈ കണ്ടുപിടിക്കാൻ പറ്റും. എം എക്സ് 45 എൻ വൈ 20 mm. അപ്പോൾ ഇ എന്ന് പറയും. ഇ കണ്ടുപിടിക്കാനായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എൻ വൈ എത്രയാണോ, എൻ വൈ എന്ന് പറയുന്നത് ഉണ്ടോ ഇവിടുന്ന് ഇതിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എൻ വൈ എന്ന് പറയുന്നത്. അപ്പം എൻ വൈ കിട്ടിയായിരുന്നു. എൻ വൈ എത്രയാണ് കിട്ടിയത്? 20 mm ആണ്. അപ്പോൾ ഇവിടെ എൻ വൈ എന്ന് പറയുന്നത് ഇവിടുന്ന്, അതായത് സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 20 mm വിട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടുപിടിക്കണമെങ്കിൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത്? 250 + 100 ടോട്ടൽ ലെങ്ത് മൈനസ് എൻ വൈ ചെയ്താൽ മതി. അപ്പോൾ 350 20 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 330 mm ആണ് കിട്ടുന്നത് ഇ. ഇനി ആർ കണ്ടുപിടിക്കാം. ആർ = BA² + AG². നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ കിട്ടും. ദെൻ BA = MX. BA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് MX. അപ്പം നമ്മൾ ഇവിടെ കണ്ട ഇവിടെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തിട്ട് BA എന്ന് പറയുന്നത് MX, AG എന്ന് പറയുന്നത് എന്താണ്? N - NY ആണ്. N - NY, അതായത് 100 - 20 = 80 mm. R എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് √AB² + AG². Then R = 91.79 mm. Cos θ എന്ന് പറയുന്നത് AG/R. J കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡാറ്റയുള്ള ഇക്വേഷൻ എടുക്കാം. J കിട്ടും. ഇനി ടോ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ടോ മാക്സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H കിട്ടും.